അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിത്ർ സക്കാത്തിനെ കുറിച്ചുള്ള ഒരു വിശാലമായ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കഴിയുന്നവർ അത് പരിശോധിക്കുക. ഇന്ന് ഫിത്ർ സക്കാത്തിന്റെ ഒരു ചുരുങ്ങിയ രീതി, താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരുടെ ഭക്ഷണം, കടം, പാർപ്പിടം എന്നിവയെ തൊട്ട് മിച്ചമുള്ള ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വാങ്ങാനുള്ള അവകാശിയാണെങ്കിലും കൊടുക്കൽ നിർബന്ധമായി വരുന്ന ഒരു പ്രത്യേക കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാട്ടിലെ മുഖ്യ ആഹാരധാന്യമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ നാം അരിയാണ് നൽകേണ്ടത്. ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, അവർ എവിടെയാണോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. വിദേശത്തുള്ളവർ അവിടെ കൊടുക്കുക, ഇവിടെയുള്ള ബന്ധുമിത്രാദികളുടെ ഫിത്ർ സക്കാത്ത് ഇവിടെ കൊടുക്കും. ഇതുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പിന്നെ ജക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നെന്നോ, എന്റെ ഭാര്യയുടെ, എന്റെ മക്കളുടെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കണം. നിയ്യത്ത് മറന്നാൽ അത് സക്കാത്തായി പരിഗണനീയമല്ല. ഇനി നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ സക്കാത്ത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് കർമ്മശാസ്ത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ധനമോ ജോലിയോ ഉള്ള നമ്മുടെ മുതിർന്ന മക്കളുടെ ഫിത്ർ സക്കാത്ത് പിതാവിന് നൽകൽ നിർബന്ധമില്ല. ഇനി അഥവാ പിതാവ് നൽകുന്നുവെങ്കിൽ ആ മക്കളുടെ സമ്മതവും അവരുടെ നിയ്യത്തും ഉണ്ടാവുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പ്രത്യേകം ഉണർന്നു. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പെരുന്നാൾ രാവ് തുടങ്ങുന്നത് മുതൽ പെരുന്നാൾ രാവ് കഴിയുന്നത് വരെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സമയം എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് കൊടുക്കൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം കഴിയും വരെ പിന്തിപ്പിക്കൽ കറാഹത്താണ്. പകൽ കഴിയും വരെ പിന്തിപ്പിക്കൽ ഹറാമുമാണ്. ഇവിടെ നമ്മൾ ഏറ്റവും നല്ല ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് സുന്നത്തായ സമയത്ത് തന്നെ നമ്മുടെ കർത്തവ്യങ്ങൾ നാം നിർവഹിക്കുക.